ഇനിയിപ്പോ അത് പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സർക്കാരിന് പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനും നഷ്ടം, പ്രൈവറ്റ് ബസ്സിനും നഷ്ടം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഈ 100 ദിവസത്തെ ഒരു ട്രയൽ പീരീഡിന് ശേഷം അവരിത് നിർത്തിവെക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം വരുമായിരിക്കും. എല്ലാ KSRTC ബസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തകർച്ചയായിരിക്കും KSRTCക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ സൗജന്യയാത്ര എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. ഇപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ന് പറയുമ്പോൾ ഞാനും നീ അടക്കം എല്ലാവരും ആ ബസ്സിൽ കയറാൻ ട്രൈ ചെയ്യും. ഒരുപാട് തവണ KSRTC വൻ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതും ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വീണ്ടും സർവീസുകൾ നിർത്തേണ്ടി വരും. കുറെ ആളുകൾക്ക് കിട്ടുകയും ആവശ്യക്കാർക്ക് കിട്ടാതാവുകയും വരുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയല്ലേ, അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കുന്ന പോലെയല്ലേ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്ര. വരുന്ന ജൂൺ 15 മുതൽ അത് പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ട്രയൽ പീരീഡ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രായോഗികതയെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂൺ 15 മുതൽ 100 ദിവസം ഒരു ട്രയൽ പീരീഡ് എന്ന പോലെ ഓർഡിനറി ബസ്സുകൾ തരത്തിലിറക്കിയിട്ട് ഇതൊന്ന് സ്റ്റഡി ചെയ്യുന്നുള്ളതാണ്. പക്ഷേക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ഉള്ളത്? നമുക്ക് ആദ്യം അവർ പറഞ്ഞിട്ടുള്ള ഒരു വേർഡും പിന്നീട് അതൊരു മാറ്റം വരുത്തി ആദ്യം ഓർഡിനറി പിന്നീട് ബാക്കിയുള്ള ബസ്സിലേക്ക് പോകാം എന്നൊക്കെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് പോവുമോ അതോ അവിടെ നിർത്തി വെക്കുകയോ എന്താണ് അശ്വതിക്ക് തോന്നുന്നത്? KSRTC ബസ്സിലൊരു 40-45% അതിന്റെ ദൈനംദിന വരുമാനം ലഭിക്കുന്നത് ഓർഡിനറി ബസ്സിൽ നിന്നാണ്. പോരാത്തതിന് അതിൽ കൂടുതലും യാത്ര ചെയ്യുന്നത് സ്ത്രീകളുമാണ്. അപ്പൊ ഇങ്ങനൊരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊരു പ്രഖ്യാപനം വരുമ്പം അത് KSRTC നഷ്ടത്തിലാക്കൂ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. കാരണം ഒരുപാട് തവണ KSRTC വൻ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നതാണ്. അതും ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ വീണ്ടും സർവീസുകൾ നിർത്തേണ്ടി വരും. ഈ സൗജന്യയാത്രയ്ക്ക് അപ്പുറം സാധാ ഓടുന്ന സർവീസുകളും നിർത്തേണ്ടി വരും. അപ്പം അത് എത്രത്തോളം അതിൻ്റെ ഇപ്പം ക്ലിയർ ഡ്രാഫ്റ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ജൂൺ 10 വരുന്ന മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാൻ കഴിയൂ. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ആശങ്ക ഒരു വശത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ ഓർഡിനറി ബസ് തരത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 700 കോടിയിലധികം പ്രതിവർഷം നഷ്ടം വരുമെന്ന് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ ബാക്കി ബസ്സുകളോടും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 1300-ലധികം കോടി പ്രതിവർഷം നഷ്ടം വരാൻ സാധ്യതയുള്ള ഏകദേശം അധിക ബാധ്യത വരും എന്തായാലും. അപ്പോഴും ഇവരിത് സീരിയസ് ആയിട്ട് പുറത്തേക്ക് ഇറക്കുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പ് ഇല്ല. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ വിജയകരമായി നടത്തിയൊരു സംഭവമാണ്. പക്ഷെ രണ്ടും രണ്ട് കൾച്ചറും രണ്ട് സ്ഥലങ്ങളുമാണ്. അതിന് എക്സാക്ട് കറക്റ്റ് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇനിയിപ്പം ഈ ഓർഡിനറി ബസ്സിലെ ഇനി കൂടുതൽ വിപുലീകരിക്കും, മറ്റ് KSRTCകളിലേക്കും ഈ സൗജന്യ യാത്ര എത്തിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തണ്ടായി പഠിച്ചതിന് ശേഷം. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലപ്പുറം ഈ ഓർഡിനറി ബസ്സിലെ തന്നെ ഇത് മുടങ്ങുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കർണാടകയിൽ ഇതേ കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്തരത്തിലൊരു സംഭവം സൗജന്യയാത്ര എന്ന് പറഞ്ഞിട്ട് അവരിതുപോലെ തുടങ്ങി പിന്നെ അത് നിർത്തലാക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് എനിക്ക് ഉള്ളൊരു ഡൗട്ട്. മിക്കവാറും ഈ 100 ദിവസത്തെ ഒരു ട്രയൽ പീരീഡിന് ശേഷം അവരിത് നിർത്തിവെക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം വരുമായിരിക്കും. കാരണം ഇത് എന്തായാലും വൻ നഷ്ടത്തിലേക്ക് പ്രഖ്യാപിച്ചു. കാരണം ഈ പറഞ്ഞ ഇലക്ഷന് മുന്നേ പ്രഖ്യാപിച്ച ഏറ്റവും സ്ത്രീകൾക്ക് സൗജന്യ. ഇനിയിപ്പോ അത് പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സർക്കാരിന് പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പിടിക്കാൻ, ഇലക്ഷന് സ്ത്രീകളുടെ വോട്ട് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രഖ്യാപനമായിരുന്നു സ്ത്രീകളുടെ സൗജന്യ യാത്ര. നമ്മൾ ഒരുപാട് അതിന്റെ ട്രോളുകൾ കണ്ടു. ഇനിയിപ്പം ടൂർ പോവാം, ഇത്ര ട്രിപ്പ് പോവാം എന്നുള്ള ട്രോളല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ അത് ശരിക്കും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ പല വീടാന്തരം നടന്നിറങ്ങുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ടൂർ പോകാം, തീർത്ഥാടനത്തിന് പോകാം, അവിടെ പോവാ ഇവിടെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇപ്പോൾ ഓർഡിനറിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും എന്നുള്ളതായിരുന്നു. ഈ ജെൻസികളടക്കം ഇത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിലാണ് ഒരുപാട് വോട്ട് അവർ പിടിച്ചിട്ടുള്ളതും. ഇതിപ്പം പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റുന്നുമില്ല, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ വലിയൊരു ഡിഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് ഈ 100 ദിവസത്തെ ട്രയൽ പീരീഡിന് വേണ്ടിയിട്ട് സർക്കാർ പണം കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പണം വെറുതെ കൊടുത്ത് ഇതൊരു വേസ്റ്റ് ആക്കണോ എന്നാണ് എൻ്റെ ഒരു, അതായത് ഉണ്ടാവുന്ന നഷ്ടത്തിന്
സർക്കാർ പണം കൊടുത്തോളൂ ഇതിപ്പം സാധാരണ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണല്ലോ ഇത് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത് നല്ല രീതിക്ക് KSRTCക്ക് വേറെ ബസ് മേടിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളൊരു സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒന്നും കൂടെ ഉയർത്താനും വേണ്ടി ശ്രമിച്ചുകൂടെ? ഇപ്പോൾ ഇത് സൗജന്യ യാത്രയിലേക്ക് തന്നെ ആക്കുന്നതിന് ഇപ്പൊ സൗജന്യ യാത്ര എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല. ഇപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഞാനും നീ അടക്കം എല്ലാവരും ആ ബസ്സിൽ കയറാൻ ട്രൈ ചെയ്യുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്. ഇത് സ്വകാര്യ ബസ്സുകൾ ഇതിനെ എതിർത്തിരുന്നു, കാരണം അവർക്ക് ഇത് വൻ നഷ്ടം ഉണ്ടാവും പറഞ്ഞ്. ഇപ്പം ഈ സ്ത്രീകള് നമുക്കറിയാം, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർ ഈ രാവിലെ പോകുന്നതും വൈകുന്നേരം വരുന്നതും ഒരുവിധമൊക്കെ ബസ്സിനെ ആശ്രയിച്ചിട്ടാണ്, കാറോ മറ്റു വാഹനങ്ങളിലൊന്നും അല്ല. അപ്പം അത് പ്രൈവറ്റ് ബസ്സിനെയാണ് കൂടുതലും ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഈ സ്ത്രീകൾ KSRTC ആണ് ആശ്രയിക്കുക. അപ്പം വരുമ്പോൾ പ്രൈവറ്റ് ബസ്സിനുണ്ടാവുന്ന ഇങ്ങപ്പുറത്തൊരു തകർച്ച കൂടെയുണ്ട്. ഇതിനും നഷ്ടം പ്രൈവറ്റ് ബസ്സിനും നഷ്ടം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലെ മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവരിപ്പം ഓർഡിനറി ബസ്സുകളാണ് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ആദ്യം. ഇപ്പൊ ഈ ഓർഡിനറി ബസ്സിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9,000 11,000 ഇടയിൽ വരുന്ന കണക്കുകളാണ് കേരളത്തിൽ ആകപ്പാടെ ഓർഡിനറി ബസ്സുകൾക്കുള്ളത്. അത് തന്നെ ഓർഡിനറി ബസ് വടക്കൻ ജില്ലകളിലും ഇപ്പം ഈ പറയുന്ന എറണാകുളത്തും മലപ്പുറത്തും ഇങ്ങനെ കൂടുതൽ സ്ത്രീജനങ്ങൾ ഉള്ള സ്ഥലത്ത് ജോലിക്ക് പോകുന്നത് ആവശ്യമൊക്കെ ഉള്ള ഇവിടെയൊക്കെ ഓർഡിനറി ബസ് കുറവാണ്. മലബാർ ഏരിയയിൽ ഓർഡിനറി ബസ് കുറവാണ്, തെക്കിലോട്ട് പോകുമ്പോഴാണ് കൂടുതലുള്ളത്. അപ്പൊ ഈ കേരളം മൊത്തം ഇത് എല്ലാവർക്കും ഇത് കിട്ടുന്നുള്ളൊരു വ്യാജേനയാണല്ലോ എല്ലാരും വോട്ട് ചെയ്തിട്ടുള്ളത്. കുറെ ആളുകൾക്ക് കിട്ടുകയും ആവശ്യക്കാർക്ക് കിട്ടാതാവുകയും വരുമ്പോൾ ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയല്ലേ, അല്ലെങ്കിൽ ആളുകളെ വഞ്ചിക്കുന്ന പോലെയല്ലേ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓർഡിനറി ബസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പം എല്ലാ KSRTC ബസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത തകർച്ചയായിരിക്കും KSRTCക്ക് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ഓർഡിനറി ബസ് പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലബാർ ഏരിയയിൽ ഓർഡിനറി ബസ് വളരെ കുറവാണ്, വളരെ റയറായിട്ടേ കണ്ടിട്ടുള്ളൂ ഓർഡിനറി ബസ്സൊക്കെ. നമുക്ക് അതും ഇനിയിപ്പം ആ ഓർഡിനറി ബസ് നമ്മുടെ സമയത്തിന് ഉണ്ടാവണമെന്നും ഇല്ല. ചിലപ്പം മേ ബി ഇനി 6 മണിക്ക് ഒരു ബസ്, വൈകിട്ട് 7:30 ഒരു ബസ്, പരിപാടി. അപ്പം എനിക്ക് തോന്നുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യാനും ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഓർഡിനറി ബസ്സുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാനും പറ്റില്ല. അതാണ് മറ്റൊരു വസ്തുത. അപ്പം എന്താണ് ഇവര് കറക്റ്റ് പ്ലാൻ ചെയ്യുന്നതെന്ന് അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യോ, പഠിച്ച് ഇനി ഇത് തീരുമെന്നുള്ളത് നമുക്ക് നോക്കാം.